ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിൽ മെസ്സേജുകൾ സ്ക്രോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെ എന്നതാണ്. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വീഡിയോയുടെ അടിയിലൂടെ നമുക്ക് അവതരിപ്പിക്കാനുള്ള മെസ്സേജുകൾ സ്ക്രോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനായി നമുക്കാദ്യം Kdenlive തുറക്കാം. ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫയലിൽ ന്യൂ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. 30 FPS. ഓക്കെ. ഇപ്പോൾ നമുക്ക് Kdenlive സജ്ജമായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു ക്ലിപ്പ് ഇടാം. ആഡ് ക്ലിപ്പ്. ഇപ്പോൾ ഒരു ക്ലിപ്പ് ഇതിനകത്തേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഈ വീഡിയോയ്ക്കടിയിലാണ് എനിക്ക് മെസ്സേജ് സ്ക്രോൾ ചെയ്ത് വരേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം മെസ്സേജുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് മെസ്സേജ് കൊടുക്കാം നോക്കാം. അപ്പോൾ ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സങ്കേതം ടൈറ്റിൽ ക്ലിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ടൈറ്റിലുകൾ സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ബാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ പ്രധാന വാർത്തകളും ഇപ്പോൾ കിട്ടിയ വാർത്തകളൊക്കെ സ്ക്രോൾ ചെയ്തു പോകുന്നതാണ്. ഒരു ബാറിലൂടെയാണ് സ്ക്രോൾ ചെയ്തു പോകുന്നത്. അത് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിനായി നമ്മൾ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഏത് ഭാഗത്തൂടെയാണ് ടൈറ്റിൽ സ്ക്രോൾ ചെയ്ത് പോകേണ്ടത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ബാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ആഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഇതിൻ്റെ മുകളിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എവിടെയാണോ മെസ്സേജ് സ്ക്രോൾ ചെയ്ത് വരേണ്ടത് അതിനടുത്ത് കൊണ്ടുപോയി ഇങ്ങനെയൊരു ബാർ ഉണ്ടാക്കുന്നു. ഓക്കെ. അതിൻ്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗത്ത് വേറൊരു കളറിലാണ് വരേണ്ടത്. അപ്പോൾ വേറൊരു റെക്റ്റാങ്കിൾ വരച്ചുണ്ടാക്കുന്നു. ഇതിന് നമ്മൾ വേറൊരു കളർ കൊടുക്കുന്നു. നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നത് പോലെ വേറൊരു കളറിന് കൊടുത്തു. ഇനി ഇത് ഒരേപോലെ ആക്കി വെക്കുന്നു. ഇതിൻ്റെ എഡ്ജ്, ഈ ഭാഗം ഇവിടെ ഇങ്ങനെ കറക്റ്റ് നേരെ ആയിരിക്കില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊന്ന് ഭംഗിയാക്കണമെങ്കിൽ അത് ഇങ്ങനെ ചരിഞ്ഞിട്ട് വരണം. ചരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ ഒരു ബോക്സിൽ സൂം, റൊട്ടേറ്റ് എക്സ്, റൊട്ടേറ്റ് വൈ, റൊട്ടേറ്റ് സെഡ് എന്നൊക്കെ കാണാം. അതിലെ റൊട്ടേറ്റ് എക്സിൽ അത് മൈനസ് ആക്കി കൊടുക്കുക. ഇവിടെ താഴെയുള്ള എയറോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനസായി വരും. മൈനസായി വരുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞ് വരുന്നത് കാണാം. നമുക്ക് ആവശ്യത്തിന് ചരിക്കാം. അത് ഇത്രയാണ് ചരിക്കേണ്ടത്. ഇങ്ങനെ ഇപ്പോൾ ഒരു -34 ആക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ചരിവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ചെറുതായിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് അതിങ്ങനെ വലുതാക്കുക. ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ന്യൂസിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സ്ക്രോൾ ബാർ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കറക്റ്റാണോ നോക്കുക. നമ്മുടെ ഷോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക. ഇവിടെ എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. ഇപ്പോൾ കറക്റ്റാണ്. എന്നിട്ട് നമുക്കിവിടെ ഇത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ മെസ്സേജ് വരേണ്ടുന്ന ബാർ കറക്റ്റായി വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇടാം. അപ്പോൾ എവിടം വരെയാണോ സ്ക്രോൾ ചെയ്യേണ്ടത് അവിടം വരെ അത് വലിച്ചു നീട്ടി കൊടുക്കുക. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ വേണ്ട, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ടൈറ്റിൽ വരേണ്ടുന്ന സ്ക്രോൾ ബാർ വന്നിരിക്കുകയാണ്. ഇതവിടെ സ്റ്റാറ്റിക്കായി നിൽക്കണം. ഇനി വരേണ്ടത് ഇതിനകത്തൊരു മെസ്സേജാണ്. ആ മെസ്സേജിന് ആനിമേഷൻ വരണം. അതിങ്ങനെ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് കയറി വരുന്നതായിട്ട് നമുക്ക് കാണണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് രണ്ടാമത് വീണ്ടും ഒരു ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുന്നു. ടൈറ്റിൽ ക്ലിപ്പ് എടുത്തു, എന്നിട്ട് ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എവിടെയാണ് നമ്മളത് എഴുതേണ്ടതെന്ന്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു, ആഡ് ടെക്സ്റ്റ്, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക. എന്ത് മെസ്സേജാണോ വേണ്ടത് അത് അടിച്ചു കൊടുക്കുക. മലയാളമാണെങ്കിൽ ഇതിന് മുകളിൽ മലയാളം ലാംഗ്വേജ് മാറ്റി വെക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ദ്യുതി എന്ന് പറയുന്നൊരു ഫോണ്ടാണ് ഇവിടെ ഉള്ളത്. അത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഫോണ്ടാക്കി കൊടുത്തു. ഇനി ഇതിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കൊടുത്തു. ഇവിടെ ഷേഡോ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഇതൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വീണ്ടും ഇതിനകത്ത് വെച്ചാൽ ഇത് കറക്റ്റ് എവിടെയാണ് വന്ന് നിൽക്കേണ്ടത് അവിടെ അത് എടുത്തു വെക്കുന്നു, കറക്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ മെസ്സേജ് മഞ്ഞയുടെ ഭാഗത്ത് നിന്നും ചുവപ്പിൻ്റെ ഭാഗത്തേക്കാണ് ഇത് സ്ക്രോൾ ചെയ്ത് പോകേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആനിമേഷൻ എടുക്കുന്നു, എഡിറ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ മഞ്ഞയുടെ ഭാഗത്ത് നിന്ന് ചുവപ്പിൻ്റെ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റിലേക്ക് ഈ ഒരു എഡിറ്റ് സ്റ്റാർട്ട് കൊണ്ടുപോയി വെക്കുന്നു. എഡിറ്റ് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇനിയൊന്ന് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ടൈറ്റിലിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുന്നു. മുകളിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ആനിമേറ്റ് ചെയ്ത ഒരു ടൈറ്റിലാണ്. അപ്പോൾ വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ ടൈറ്റിൽ ബാർ നമ്മൾ താഴെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മുന്നിലേക്കാക്കി വെച്ച് കൊടുക്കുക, അത് അല്പം മുന്നിലേക്ക്. എന്നിട്ട് ടൈറ്റിൽ എവിടം വരെയാണോ കാണിക്കേണ്ടത് അവിടം വരെ അത് വലിച്ചിടണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടൈറ്റിൽ വന്ന് അവിടെ നിന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ചുവപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ടൈറ്റിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിപ്പ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ചുവപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ആനിമേഷൻ കൊടുത്ത് എഡിറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഈ ആനിമേഷൻ കിടക്കുന്നുണ്ടാവുക ഇപ്പുറത്താണ്. ഇവിടെയാണ് ആനിമേഷൻ നേരത്തെ നമ്മൾ കൊണ്ടുവച്ചത്. അതെടുത്തിട്ട് ഇങ്ങോട്ടേക്കാക്കി വെക്കുക. ഈ വശത്തേക്ക് ഈ ആനിമേഷൻ കൊടുക്കുക. അപ്പോൾ ആനിമേഷൻ നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി വീണ്ടും കണ്ടു നോക്കുക നമ്മൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഈ ചുവപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പുറത്തേക്ക് ആനിമേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ആ ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റിലുകൾ സ്ക്രോൾ ചെയ്ത് വരുന്നതായിട്ട്, മെസ്സേജസ് ഒക്കെ തന്നെ സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.